പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി മുന്നമേ അറിയിക്കുന്നു. ഇന്ന് അല്പസമയം ധ്യാനിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ളതായ വേദവാക്യങ്ങൾ, 25 മുതൽ 27. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങൾ. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്നു സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഈ ഭാഗം എല്ലാവർക്കും അറിയാവുന്ന സുവിശേഷ ഭാഗമാണ്. വിശുദ്ധ മത്തായി 7 സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ ഭാഗം പ്രതിപാദിച്ചിട്ടുണ്ട്. തൊട്ട് മുൻപ് അവിടെ പള്ളിപ്രമാണിയായ ഐറൂസ് കർത്താവിൻ്റെ അടുക്ക് കടന്നു വന്ന്, എൻ്റെ ഇളയമകൾ ദീനമായി കിടക്കുന്നു, അവൾ മരിപ്പാൻ കിടക്കുന്നു, നീ ഒന്ന് എൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്ന് അവിടെ തലയിൽ കൈവച്ച് അവളെ തൊട്ട് സൗഖ്യമാക്കണം എന്ന് അപേക്ഷിക്കുമ്പോൾ കർത്താവ് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ആ യാത്രയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. ഇത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒത്തിരി സഹോദരിമാർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ കുറച്ച് മാസങ്ങളായിട്ടല്ല, മറിച്ച് വർഷങ്ങളായി 12 സംവത്സരക്കാലമായി ഈ രക്തസ്രാവം മൂലം ഏറെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അവരുടെ ഒത്തിരി പണം അതിനു വേണ്ടി ചികിത്സയ്ക്കായി ചെലവഴിച്ചു, ഒത്തിരി വൈദ്യന്മാരെ കാണിച്ചു. ഒത്തിരി അന്ന് ആശുപത്രികളൊന്നുമില്ലെങ്കിലും നമുക്ക് ചിന്തിക്കാം, അനവധിയായ ആശുപത്രികളിലൊക്കെ അല്ലെങ്കിൽ വൈദ്യന്മാരെ കാണുവാൻ, ഡോക്ടർമാരെ കാണുവാനെല്ലാം അവൾ കടന്നുപോയി. പണം ചെലവഴിച്ചു, മരുന്ന് കഴിച്ചു, പക്ഷേ ഈ രോഗം ഭേദമായില്ല. അങ്ങനെയെങ്കിൽ ഒത്തിരി വിഷമത്തോടെയാണ് അവൾ ജീവിക്കുന്നത്. പുറത്തിറങ്ങുവാൻ പോലും ബുദ്ധിമുട്ടാണ്, യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ അവഹേളിക്കുന്ന രീതിയിലുള്ളതായ ഒരു ദുരിതമുള്ള ജീവിതത്തിലൂടെ രോഗത്തിൻ്റെ ബാധ നിമിത്തം ഒത്തിരി സങ്കടത്തോടു കൂടി ഈ പ്രിയപ്പെട്ട സഹോദരി കടന്നു പോവുകയാണ്. എന്നാൽ അവളൊരു യേശുവിനെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടു. തൻ്റെ നാട്ടിലൂടെ, ആ പ്രദേശത്തുകൂടി കർത്താവായ യേശുക്രിസ്തു കടന്നു പോകുന്നു എന്നുള്ളതായ ഒരു വർത്തമാനം കേട്ടു കാണും. അല്ലെങ്കിൽ യേശുക്രിസ്തു ചെയ്തതായ അത്ഭുതങ്ങളെക്കുറിച്ച് അവൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണെങ്കിലും യേശു ആ വഴിയിലൂടെ കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ ഇവൾ ഈ പാവപ്പെട്ട സ്ത്രീ വിചാരിക്കുക, അവൻ്റെ വസ്ത്രത്തിൽ ഒരംശത്തിലും തൊട്ടാലെങ്കിലും എൻ്റെ അസുഖം ഭേദമാകുമല്ലോ എന്ന് ഇവൾ വിശ്വസിച്ച് ആ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ ആയിരക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ പിന്നാലെയോടൊപ്പമുണ്ട്. അവൾ അവിടെ കടന്നു വന്ന് യേശുവിൻ്റെ പുറകിലൂടെ കടന്നു വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒരറ്റത്ത് തൊടുകയാണ്. ഈ ഭാഗമാണ് വായിച്ചു കേട്ടത്. സഹോദരങ്ങളെ, ഇവിടെ ആ സ്ത്രീയുടെ സങ്കടങ്ങൾ നാം മനസ്സിലാക്കുകയാണ്. ഏറെ കാലങ്ങളായി ഒത്തിരി സങ്കടത്തോടെ, രോഗം മാറാത്തതുള്ളതായ ഭാരത്തോടുകൂടി ഈ രോഗത്തിൻ്റെ ബാധയേറ്റവളായി അവൾ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇവിടെ നാം കണ്ടത്. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും ഇതുതന്നെയാണല്ലോ. ഇപ്പോൾ ഈ വചന ശുശ്രൂഷ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് 2020-ാം ആണ്ട് മെയ് മാസം 1-ാം തീയതിയാണ്. ഇന്നലെ വൈകുന്നേരം TV ചാനലിലൂടെയെല്ലാം ആ കേട്ട കണക്കനുസരിച്ച് COVID-19 എന്ന വൈറസ് മൂലം കൊറോണ രോഗം ബാധിച്ചവരായി ഇപ്പോൾ ഏകദേശം ലോകത്ത് മുഴുവനായി 30 ലക്ഷത്തോളം ആളുകൾ. അതിൽ തന്നെ 2,28,000 ആളുകൾ മരണം മൂലം മാറ്റപ്പെട്ടു പോയി. 10 ലക്ഷത്തോളം ആളുകൾക്ക് രോഗസൗഖ്യം വന്നു. ലോകം മുഴുവൻ ഈ മഹാമാരി മൂലം, കൊറോണ രോഗമെന്ന മഹാമാരി മൂലം ലോകാരോഗ്യ സംഘടന WHO ഇത് മഹാമാരിയായി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ, ഈ മഹാമാരി മൂലം ലോകത്തിലെ മുഴുവൻ ആളുകളും ഭയത്തോടെ
വലിയ ആശങ്കകളോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പ്രിയപ്പെട്ടവർ, ലോക ചരിത്രത്തിൽ ഏറ്റവും ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ഇതിൽ തന്നെ എത്രയോ ഡോക്ടർമാരും നഴ്സുമാരുമെല്ലാം ആരോഗ്യ പ്രവർത്തകരും ആത്മാർത്ഥമായി രോഗികളെ ശുശ്രൂഷിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്, അതുപോലെ ഓരോ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകൾ, ഭരണാധിപന്മാർ ഇതെല്ലാം ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റെല്ലാ വിഭാഗം ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. എന്നാൽ നാം എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ രോഗത്തിന് ശമനം അല്ലെങ്കിൽ ഇത് പരിപൂർണമായി ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ ഇതിനൊരു പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചേ മതിയാകൂ. ഈ മാസങ്ങളായി ഈ രോഗത്തിൻ്റെ പിടിയിലമർന്നുകൊണ്ട് ലോകം മുന്നോട്ട് പോകുമ്പോൾ നാം എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. വാസ്തവത്തിൽ ദൈവം തമ്പുരാന് മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരം നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഇതിന് പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ച് ഈ രോഗത്തിൽ നിന്ന് ലോകജനത രക്ഷിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടിലേക്ക് എല്ലാവരും മാറിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു പഴയ പാട്ടുണ്ടല്ലോ, ആ പാട്ട് നമുക്കൊന്ന് ചേർന്ന് പാടാം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് ലോകം മുഴുവൻ ഏറ്റവും സങ്കടത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ കാലഘട്ടത്തിൽ നാം എന്താണ് ധ്യാനിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്? ഇവിടെ സമാനമായൊരു ചിന്തയാണ് ഈ രക്തവാർച്ചക്കാരത്തിയായ സ്ത്രീയെക്കുറിച്ച് നമ്മൾ പങ്കുവച്ചത്. അങ്ങനെ ഏറ്റവും ദുരിതത്തിലായിരിക്കുന്ന അവസ്ഥയിലും ആ പാവപ്പെട്ട സ്ത്രീ യേശുവിനെക്കുറിച്ച് കേൾക്കുവാനിടയായി. അത് വലിയ ഭാഗ്യമായി പോയി. നമ്മളും ഭാഗ്യവാന്മാരാണ്. നാം ദൈവത്തെ അറിഞ്ഞവരാണ്, കേട്ടവരാണ്, രുചിച്ചറിഞ്ഞവരാണ് പരിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ. ഇവിടെ അവൾ യേശുവിനെക്കുറിച്ച് കേട്ടു, മനസ്സിലാക്കി എന്ന് മാത്രമല്ല, യേശു ആ നാട്ടിലൂടെ കടന്നു വരുമ്പോൾ അവൾ ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു എന്ന് ആ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് വിളിമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ എൻ്റെ രോഗം സൗഖ്യമാകും. വിശ്വാസമുണ്ടായി. വിശ്വാസത്തോടെ കടന്നു എന്ന് പുരുഷാരത്തിൻ്റെ ഇടയിൽ തിക്കിത്തിരക്കി. എളുപ്പമല്ല, കാരണം ആയിരക്കണക്കിന് ആളുകൾ കൂടെയുണ്ട് യേശുവിൻ്റെ. ആ പാവപ്പെട്ട സ്ത്രീ ആരും സഹായിക്കാനില്ലായിരിക്കാം, പക്ഷേ അവൾ വിശ്വാസത്തോടെ എങ്ങനെയൊക്കെയോ യേശുവിൻ്റെ തൊട്ടുപുറകിലെത്തി ആ വസ്ത്രത്തിൻ്റെ അറ്റത്ത് ഒന്ന് തൊട്ടു. നമ്മളതാണ് ആദ്യം വായിച്ച് കേട്ടത്. പിന്നെ എന്തവിടെ സംഭവിച്ചു നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അവിടെ കാണുന്നു, ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവിടെ ആ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട നിമിഷം തന്നെ, ആ നിമിഷം തന്നെ, ഒട്ടും വൈകിയില്ല, ആ നിമിഷം തന്നെ അവളുടെ രക്തവാർച്ച നിന്നുപോയി.
12 വർഷമായി രക്തവാർച്ച കണ്ടിന്യൂസ് ആയിട്ടാണ് നിരന്തരമായിട്ടുണ്ടായിരുന്നു. അനേകം വൈദ്യന്മാരെ കാണിച്ച് രോഗം ഭേദമായില്ല, എത്രയോ പണം ചിലവായി, രോഗം ഭേദമായില്ല. പക്ഷേ ഇവിടെ അത്ഭുതം നടക്കുകയാണ്. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തൊട്ടപ്പോൾ ആ നിമിഷം തന്നെ അവളുടെ രോഗം സൗഖ്യമായി, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ അറിഞ്ഞു. രോഗത്തിൻ്റെ ബാധ മാറിപ്പോയി, താൻ സ്വസ്ഥയായി, ആകുലങ്ങൾ മാറി, പ്രയാസങ്ങൾ മാറി എന്ന് അവൾക്ക് ശരീരത്തിൽ, ഹൃദയത്തിൽ അറിയുവാൻ സാധിച്ചു. ഉടനെ യേശു തിരിഞ്ഞു ചോദിക്കുക, എന്നെ ആരാ തൊട്ടത്? എങ്കിൽ ശക്തി പുറപ്പെട്ടുവല്ലോ എന്ന് കർത്താവ് പറയുകയാണ്. ശിഷ്യന്മാർ പറയുകയാണ്, കർത്താവ് നീ എന്തേ പറയണേ? ആയിരക്കണക്കിന് ആളുകൾ തിക്കിത്തിരക്ക് നടക്കുകയാണ്, പ്രത്യേകിച്ച് നിന്നെ ആര് തൊട്ടു എന്ന് ആർക്ക് പറയുവാൻ സാധിക്കും? പക്ഷേ യേശു പറഞ്ഞു, അല്ല, എങ്കിൽ ശക്തി പുറപ്പെട്ടു, എന്നെ ആരോ തൊട്ടു. തനിക്കിനി മറഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതായ പാവപ്പെട്ട സ്ത്രീ യേശുവിൻ്റെ മുമ്പിലേക്ക് വന്ന് വീണ് നമസ്കരിച്ച് പറയുന്നു, കർത്താവേ, ഞാനാണ് തൊട്ടത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവൾ ആ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ, എനിക്കിപ്പോൾ പരിപൂർണ്ണ സൗഖ്യമായി എന്ന് സാക്ഷ്യം പറയുക. ഇതെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവളുടെ കാര്യം പറയുന്നുണ്ട്. എല്ലാ വസ്തുതകളും അവൾ ഭയപ്പെട്ടും വിറച്ചും, സ്ത്രീ തനിക്ക് സംഭവിച്ചറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുതയൊക്കെ അവനോട് പറഞ്ഞു. അവൻ അവളോട്, യേശു അവളോട് പറയുക, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. യേശു പറയുക, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കൊറോണ എന്ന ഈ മഹാമാരി, ഈ ബാധ മാറിപ്പോകണമെങ്കിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുക, അവന് കഴിയാത്തൊരു അത്ഭുതവുമില്ല. ഒപ്പം തന്നെ വിശ്വാസത്തോടെ അവൻ്റെ അടുക്കിലേക്ക് നാം കടന്നു ചെല്ലണം. നമ്മളെല്ലാവരും അതിനുവേണ്ടി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും തിരക്കുള്ള ജീവിതമായിരുന്നു നമ്മുടേതെല്ലാം. പക്ഷേ ഈ നാളുകളിൽ നമ്മളെല്ലാവരും വീട്ടിൽ തന്നെയാണ്. നമുക്കിപ്പോൾ സമയമുണ്ട്, പ്രാർത്ഥിക്കുവാൻ സമയമുണ്ട്, വിശുദ്ധ ബൈബിൾ വായിക്കുവാൻ സമയമുണ്ട്, വചനം കേൾക്കുവാൻ സമയമുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യം ദൈവം തമ്മിൽ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നാൽ കർത്താവ് ഈ മഹാമാരി എന്ന ഈ ബാധ മാറ്റിത്തരുമെന്ന് മാത്രമല്ല, അവിടെ ബാധ മാറ്റി എന്ന് മാത്രമല്ല, രോഗം മാറ്റി എന്ന് മാത്രമല്ല, കർത്താവ് ഒരു കാര്യം കൂടി പറയുകയാണ്, നീ സമാധാനത്തിൽ പൊയ്ക്കോ മോളെ, സമാധാനത്തോടെ പൊയ്ക്കോ മോളെന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ആ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയും. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. യോഹന്നാൻ 14:27, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവ് പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല അത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ യേശുക്രിസ്തു തന്നതായ ഈ സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടോ? ഈ ആകുലത്തിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് വായിക്കേണ്ടതായ ഒരു 3 അധ്യായങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ. ഈ 3 അധ്യായങ്ങളും നമുക്കൊത്തിരി ആശ്വാസവും സമാധാനവും തരുന്ന വേദഭാഗമാണ്. അതിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾക്ക് നമുക്കറിയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ അവിടേക്ക് പോവുകയാണ്, അവിടെ വാസസ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും എൻ്റെ കൂടെ ഇരുത്തുവാൻ വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളും. നമുക്കറിയാവുന്ന വേദഭാഗം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ കർത്താവിൻ്റെ കൽപ്പനയാണ്. അവിടെ വീണ്ടും പറയുന്നത്, ഞാൻ പോവുകയാണ് പിതാവിൻ്റെ അടുക്കിലേക്ക്. സ്വർഗാരോഹണത്തിന് മുമ്പാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കർത്താവ്. അവിടെ അനേകം വാസസ്ഥലങ്ങളുണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ. ഞാൻ പറഞ്ഞു വന്നത്, യേശുക്രിസ്തു തന്നതായ ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴണമെങ്കിൽ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടാകണം. ഒപ്പം തന്നെ ദൈവം തമ്പുരാൻ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ ആത്മാവ് അവിടെ ചെല്ലണം എന്നുള്ളതായ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അങ്ങനെ വരുമ്പോഴാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയുന്നത്.
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19, 20, 21 വചനങ്ങൾ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിൻ്റെ നിക്ഷേപമുള്ളയിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. പ്രിയ വിശ്വാസികളെ, ഇവിടെ കർത്താവ് തമ്പുരാൻ പറഞ്ഞ കാര്യമാണ്, എവിടെയാണ് നമ്മൾ നിക്ഷേപം സ്വരൂപിക്കേണ്ടത്? ഇവിടെ ഭൂമിയിലല്ല, മറിച്ച് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിലാണ് നമ്മുടെ നിക്ഷേപം നമ്മൾ സ്വരൂപിക്കേണ്ടത്. വാസ്തവത്തിൽ അത്രത്തോളമൊക്കെ നമ്മുടെ വിശ്വാസം വളരണം. സ്വർഗത്തിൽ എൻ്റെ ആത്മാവ് ചെല്ലണം. അത് ഓരോ ക്രിസ്ത്യാനിയുടെയും ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ പ്രത്യാശ അതുതന്നെയാണ്. അതിലേക്ക് നമ്മൾ വളരണം. വീണ്ടും പറയുകയാണ്, 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിൻ്റെ നിക്ഷേപം ഉള്ളയിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. നമുക്കറിയാം, നമ്മുടെ ബാങ്കിൽ ഇത്ര ലക്ഷം രൂപ നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. പലപ്പോഴും ചിന്ത ബാങ്കിലാണ്. നമ്മുടെ വീട്ടിൽ അലമാരയിൽ ഇത്ര പവൻ സ്വർണം ഇരിപ്പുണ്ട്. പുറത്തൊക്കെ നമ്മൾ പോകുമ്പോഴും ഉള്ളിൽ ടെൻഷനാണ്, ഇത്ര പവൻ സ്വർണം വീടിൻ്റെ അലമാരയിൽ ഇരിക്കുന്നുണ്ടല്ലോ, കള്ളന്മാരെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുമോ? ടെൻഷനാണ്. അപ്പോൾ നമ്മുടെ ചിന്ത, ഹൃദയവും മിക്കവാറും ഈ സ്ഥലങ്ങളിലൊക്കെയാണ്. മറിച്ച് സ്വർഗത്തിലെ നിക്ഷേപത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മുടെ കാഴ്ചപ്പാടതാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആ ഒരു ചിന്തയാണ് വരികയുള്ളൂ. ഈയിടെ ശാലോം ടൈംസിൽ ഒരു ചെറിയ ലേഖനം ഞാൻ വായിച്ചു. ഒരു കത്തുദാസൻ എഴുതിയ ലേഖനമാണ്. ഒരു ബഹുമാനപ്പെട്ട വൈദികൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം രാത്രി സമയമാണ്, കിടക്കുകയാണ്, താഴത്തെ ബർത്തിലാണ്. അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ ഒരു 65 വയസ്സുള്ള ഒരു മനുഷ്യൻ കയറി വന്നു. അദ്ദേഹം വന്നിട്ട് ഈ അച്ഛനോട് പറഞ്ഞു, എൻ്റെ ബർത്ത് മുകളിലാണ്, എനിക്ക് ആ മുകളിലേക്ക് കയറുവാൻ കാലിന് ഇത്തിരി പ്രയാസമുണ്ട്, അതുകൊണ്ട് ഒന്ന് മുകളിലേക്ക് കയറി കിടക്കാമോ, എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, എൻ്റെ കാലിലും അത്ര സുഖമല്ല, വേദനയുണ്ട്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഈ മനുഷ്യൻ ഇത്തിരി കഷ്ടപ്പെട്ടുകൊണ്ട് മുകളിലെ ബർത്തിലേക്ക് കയറി അവിടെ കിടന്നു. ട്രെയിൻ കുറച്ച് നീങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ മുകളിൽ കയറി കിടന്ന മനുഷ്യൻ്റെ ആ ബർത്തിൽ കണ്ട കാഴ്ച, ഒരു കൃത്രിമ കാല് അവിടെ ബർത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് അച്ഛൻ കണ്ടു. അച്ഛൻ മനസ്സിലായി, ഈ മനുഷ്യൻ്റെ ഒരു കാല് കൃത്രിമ കാലാണ്. ആ കാല് അവിടെ അദ്ദേഹം മുകളിൽ കയറിയിട്ട് അതഴിച്ച് അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ വലിയ ഭാരം തോന്നി. അയ്യോ, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലോ. ഈ മനുഷ്യന് ഒരു കാലില്ലാത്ത മനുഷ്യനാണ്, കൃത്രിമക്കാല് കൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. അദ്ദേഹത്തിന് ഈ ബർത്തിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ, മുകളിലത്തെ ബർത്തിലേക്ക് കയറി ഒത്തിരി പ്രയാസമാണ്. പക്ഷേ എനിക്കത് മനസ്സിലായില്ല. എൻ്റെ നിസ്സാരമായ കാലുവേദന ചിന്തിച്ചുകൊണ്ട് ഞാൻ കയറിയില്ലല്ലോ. അച്ഛന് വലിയ വിഷമമായി. ക്രിസ്മസ് രാത്രി വിശുദ്ധ കുർബാന മധ്യേ അച്ഛൻ തന്നെ ഈ സംഭവം ഇടവക വിശ്വാസിയോട് പറഞ്ഞു. വാസ്തവത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കുവാൻ, ആ മനുഷ്യന് ഇടം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന് ഇടം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ഉദാഹരണമായി അച്ഛൻ പറഞ്ഞു, കന്യകമറിയാവിന് പ്രസവിക്കുവാനായിട്ട് സത്രങ്ങളിൽ പോലും വഴിയമ്പലങ്ങളിൽ പോലും ഇടം കിട്ടിയില്ല. കാരണം കന്യകമറിയാവിനെ അവിടെ സ്വീകരിക്കുവാനായിട്ട് അവർക്ക് ഇടം കൊടുക്കുവാൻ അവർക്ക് വിഷമമായിരുന്നു, അവർക്ക് മനസ്സ് വന്നില്ല. ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുമ്പോൾ അവരെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇടം കൊടുക്കുന്നില്ല. വാസ്തവത്തിൽ ക്രിസ്തുവിനാണ് ഇടം കൊടുക്കാത്തത്. മാതാപിതാക്കന്മാരെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, സഹോദരന്മാരെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, ജീവിത പങ്കാളിയെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, ചെയ്യേണ്ടത് നന്മ ചെയ്യാതിരിക്കുമ്പോഴെല്ലാം നാം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വാസ്തവത്തിൽ ക്രിസ്തുവിന് ഇടം കൊടുക്കാതെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ തന്നെ ഈ പറഞ്ഞ കാര്യം അതുതന്നെയാണ്. ഇതെല്ലാം നടക്കണമെങ്കിൽ, ഹൃദയത്തിൽ ക്രിസ്തുവിന് ഇടം കൊടുക്കണമെങ്കിൽ നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലാണ് എന്നുള്ളതായ ആ പ്രത്യാശയിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പോൾ നമ്മളുടെ ഹൃദയവും എപ്പോഴും ആ സ്വർഗത്തിൽ നിക്ഷേപത്തിലായിരിക്കും. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാഴും. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ വരുമ്പോഴാണ് യേശുക്രിസ്തു ആദ്യം കൽപ്പിച്ചതുപോലെ, ഇതാ
സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ് കർത്താവ് തന്നതായ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഞാൻ രോഗം എനിക്ക് വന്നു, സാരമില്ല, കർത്താവ് മാറ്റി തന്നോളും. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് രോഗമില്ല, രോഗം വരാതെ കർത്താവ് പരിപാലിച്ചു കൊള്ളും, എൻ്റെ കുടുംബാംഗങ്ങളെ കാത്ത് പരിപാലിച്ചു കൊള്ളും. അല്ല, ഇനി എനിക്ക് രോഗം വന്ന് മരിച്ചാലും സാരമില്ല, എൻ്റെ ആത്മാവ് സ്വർഗത്തിൽ ചെന്നുകൊള്ളും, കാരണം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ഈ സമാധാനം നമുക്ക് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ആദ്യം പാടിയതുപോലെ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയുള്ളൂ. ക്രിസ്തീയ ജീവിതം സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സ്വയം ത്യജിക്കലിൻ്റെ ജീവിതമാണ്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, സാരമില്ല. കഷ്ടങ്ങൾ വന്നാലും സാരമില്ല, നഷ്ടങ്ങൾ വന്നാലും സാരമില്ല. ക്രിസ്തയേശു നായകൻ എൻ്റെ കൂട്ടാളിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിതിലേക്കൊന്ന് കടന്നു വരണ്ടേ? തീർച്ചയായിട്ടും കടന്നു വരണം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ ഈ മിസ്രൈമിൽ ഒത്തിരി പീഡിപ്പിക്കുകയാണ്. വിചാരകന്മാരെല്ലാം ഏർപ്പാട് ചെയ്ത് ഇവരെ കഷ്ടപ്പെടുത്തുകയാണ്. ഇഷ്ടികളങ്ങളിൽ, വയലുകളിലെല്ലാം ഒത്തിരി കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ചുകൊണ്ട് ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരെല്ലാവരും നെടുവീർപ്പിട്ട് കരയുകയാണ്. ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് കരയുമ്പോൾ അവിടെ ഇസ്രായേൽ മക്കളുടെ നിലവിളി യഹോവയായ ദൈവം തമ്പുരാൻ കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നാം കാണുന്നത് ഹൊറേബ് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ഇതാ യഹോവയായ ദൈവം തമ്പുരാൻ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെട്ട് കർത്താവ് യഹോവയായ ദൈവം തമ്പുരാൻ മോശയോട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ 3-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയുന്നു, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, മിസ്രൈമർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. നിലവിളി കേൾക്കുന്നു ദൈവത്തെ അവിടെ നിന്ന് കാണുകയാണ്. മോശയെ എല്ലാം പിന്നീട് ചുമതലപ്പെടുന്ന കാഴ്ചകളെല്ലാം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ നാം ഈ കാലഘട്ടത്തിൽ വിശ്വാസം വർദ്ധിച്ചുകൊണ്ട് തന്നെ, ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുത്തുകൊണ്ട് തന്നെ, ആ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി നാം നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഈ മഹാമാരി നമ്മുടെ ദൈവം തമ്പുരാൻ മാറ്റിത്തരും. ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി മാറണം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ സൂതി കർമ്മണികളോ ദൈവത്തെ ഭയപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഫറോ രാജാവ് എബ്രായ സ്ത്രീകൾക്ക് ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലുവാൻ തക്കവണ്ണം അന്നത്തെ എബ്രായ സൂതികർമ്മിണികളായ ശിപ്ര, പൂവ എന്ന 2 എബ്രായ സൂതികർമ്മിണികളോട് ചുമതലപ്പെടുത്തുകയാണ്. കൽപ്പനയാണ്, ആൺകുട്ടികളാണെങ്കിൽ കൊന്നു കളഞ്ഞേക്കണം. പക്ഷേ ഇവിടെ പറയുകയാണ്, ഇവർ രാജകൽപ്പനയാണ് കേട്ടത്, പക്ഷേ അവർ അനുസരിക്കാൻ തയ്യാറായില്ല. കാരണം അവിടെ വചനം പറയുന്നു, അവർ ദൈവത്തെ ഭയപ്പെടുന്ന 2 സ്ത്രീകളായിരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നും കാണില്ലായിരിക്കാം, പക്ഷേ ആ സൂതികർമ്മിണികളിൽ വയറ്റാട്ടിയമർ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നവർ, പ്രിയപ്പെട്ടവർ, അവർ ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. അവർ ആ കാര്യം ചെയ്തില്ല, ആ ആൺകുട്ടികളെ കൊല്ലുവാൻ തയ്യാറായില്ല. പിന്നീട് രാജാവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് കുഞ്ഞുങ്ങളെ കൊല്ലാത്തത്? അപ്പോൾ ഇവർ പറയുകയാണ്, അല്ലയോ രാജാവേ, ഈ എബ്രായ സ്ത്രീകളെല്ലാം നല്ല തിറവുള്ളവരായിരുന്നു, ആരോഗ്യമുള്ളവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ചെല്ലുന്നതിന് മുമ്പ് തന്നെ പ്രസവം നടന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ സാധിച്ചില്ല എന്ന് ചെറിയൊരു നുണ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിന്നീട് അതിൻ്റെ 20-21 വാക്യങ്ങൾ പറയുന്നുണ്ട്, ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. ഇവർ ദൈവത്തെ ഭയപ്പെട്ടിരുന്നുകൊണ്ട് ഇവരുടെ തലമുറയെ അല്ലെങ്കിൽ കുടുംബത്തെ ദൈവം തമ്മിൽ അനുഗ്രഹിച്ചു എന്ന് ആ ഭാഗത്ത് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ കൊറോണ കാലഘട്ടത്തിൽ നാം ചിന്തിക്കണം, ധ്യാനിക്കണം, മനസ്സിലാക്കണം. ദൈവത്തെ ഭയപ്പെട്ടാണോ നമ്മളൊക്കെ ജീവിച്ചിരുന്നത്? പലപ്പോഴും അല്ലായിരുന്നു. സാരമില്ല, നമുക്കിനിയുള്ള നാളുകൾ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് നിലവിളിയോടുകൂടി കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഈ ദൈവം കൊറോണ എന്ന മഹാമാരിയെ, ആ ബാധയെ മാറ്റിത്തരും, സൗഖ്യം തരും, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. ഇനിയും നല്ല കാലം നമ്മുടെ കർത്താവ് തരും. സഹോദരങ്ങളെ, നമുക്കതുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ,
ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. 12 വർഷക്കാലമായി രക്തവാർച്ചയുണ്ടായിരുന്ന, എല്ലാവരാലും തള്ളപ്പെട്ട് കിടന്നിരുന്ന, ഉപേക്ഷിക്കപ്പെട്ടിരുന്ന ആ പാവപ്പെട്ട സ്ത്രീ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ വർത്തമാനം കേട്ടുകൊണ്ട് വിശ്വാസത്തോടെ കടന്നു ചെന്ന്, തിക്കിത്തിരക്കിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ കടന്നു ചെന്ന്, തമ്പുരാനെ നിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലും തൊട്ടപ്പോൾ ആ ക്ഷണത്തിൽ അവൾക്ക് സൗഖ്യം കിട്ടിയല്ലോ, അവളുടെ ബാധ മാറിപ്പോയല്ലോ, നീ അവളെ അനുഗ്രഹിച്ചുവല്ലോ. തമ്പുരാനെ, ഈ വചനം കേട്ടതായ ഓരോ മക്കളും തീരുമാനമെടുക്കുന്നു. ഇനിയുള്ള നാളുകളിൽ ജീവിതത്തിൽ ഉള്ളതായ കുറവുകളെ നികത്തിക്കൊണ്ട്, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്, വിശ്വാസത്തോടുകൂടി നിലവിളിച്ചുകൊണ്ട് നിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുമ്പോൾ, ഉടയ തമ്പുരാനെ, കണ്ണുനീരോടെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. കൊറോണ എന്ന മഹാമാരിയെ, ബാധയെ ഈ ലോകത്തിൽ തുടച്ചു മാറ്റണമേ. ഈ വൈറസിനെ, COVID-19 എന്ന വൈറസിനെ നശിപ്പിച്ച് കളയണമേ. പൊന്നു തമ്പുരാനെ, ഈ രോഗത്തിന് ഒരു പ്രതിരോധ വാക്സിൻ കണ്ടുപിടിക്കുവാൻ തൊക്കെ ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും കൃപ കൊടുക്കണമേ, ആലോചന കൊടുക്കണമേ. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഭരണാധിപന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാരെ, നേഴ്സുമാരെ സമർപ്പിക്കുന്നു. ദൈവമേ, അവരനുഗ്രഹിക്കണമേ. ലക്ഷക്കണക്കിനായ എല്ലാ കൊറോണ ബാധിച്ച രോഗികൾക്കും വേണ്ടി സൗഖ്യമേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ നിന്നുള്ളതായ അസമാധാനം അങ്ങ് മാറ്റിയെടുക്കണമേ. ഇതിന് പരിഹാരം നൽകണമേ. ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകലവിശുദ്ധന്മാരുടെയും മധ്യസ്ഥ യാചിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.